Hello everyone. ഇന്ന് നമുക്ക് ഗംഗ റിവർ സിസ്റ്റം നോക്കാം. ഓക്കെ, ഗംഗ നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഗംഗ ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ ദിവസം സിന്ധു നദിനെ പറ്റി പഠിച്ചു. സിന്ധു നദി എന്താണ്? ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള ഏറ്റവും നീളം കൂടിയ നദിയായിരുന്നു ഏത്? ഇൻഡസ് റിവർ. ഗംഗ നദി എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. Then അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 2525 കിലോമീറ്റർ അല്ലെ, 2525 കിലോമീറ്റേഴ്സ് ആണ്. എവിടെയാണ് ഒറിജിൻ? നമുക്കറിയാം, ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗംഗോത്രി ഗ്ലേഷ്യർ എന്ന് നമ്മൾ പറയും. ആക്ച്വലി ഭാഗീരഥി റിവറും അതുപോലെ തന്നെ അളകനന്ദ റിവറും, ഓക്കെ, ഭാഗീരഥി റിവറും അളകനന്ദ റിവറും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഗംഗ ഉണ്ടാവുന്നത്. അപ്പൊ ഗംഗോത്രിയിലെ ഗോമു ഗ്ലേഷ്യറിൽ വെച്ചിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഭാഗീരഥി റിവർ ആണ്. ദെൻ സതോപന്ത് ഗ്ലേഷ്യറിൽ വെച്ചിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് അളകനന്ദ റിവറും. ഭാഗീരഥിയും അളകനന്ദയും കൂടി ദേവപ്രയാഗിൽ വെച്ച് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് ഗംഗാ നദിയായിട്ട് അത് ഒഴുകുന്നത്. 5 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഈ 5 സ്റ്റേറ്റ്സിലെ കൂടിയാണ് ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇതിലൂടെയാണ് ആരൊഴുകുന്നത്? ഗംഗാ നദി ഒഴുകുന്നത്. ഇറ്റ്സ് എ പെരിനിയൽ റിവർ. എന്താണ് പെരിനിയൽ റിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്ലേഷ്യേഴ്സ് എന്നാണ് ഈ നദികൾ വരിക. ലൈക്ക് ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര, ഇവരൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഗ്ലേഷ്യേഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് വറ്റില്ല. അതായത് ഒരു വർഷം എല്ലാ സീസണിലും ഇവർ എന്ത് ചെയ്യും? ഒഴുകിക്കൊണ്ടേയിരിക്കും. എല്ലാ സീസണിലും ഇവർക്ക് എന്തുണ്ട്? വെള്ളമുണ്ട്, ജലമുണ്ട്. അതാണ് പെരിനിയൽ റിവേഴ്സ് എന്ന് പറയുന്നത്. Then cities located in the banks of river ഗംഗ. ഇതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള സിറ്റീസ് ആണ്. കാരണം റിലീജിയസ് സെന്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഏതൊക്കെയാണ്? ദേവപ്രയാഗ് ഓൾറെഡി പറഞ്ഞു. ഭാഗീരഥിയും അളകനന്ദയും കൂടി ചേരുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ദെൻ ഹരിദ്വാർ, കനൌജ്, കാൺപൂർ, പ്രയാഗ്രാജ്, കാശി, ബനാറസ്, പട്ന, സോൻപൂർ ആൻഡ് ബഗൽപൂർ. അത് നോക്കുക, 2-3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കിട്ടും. ഏതൊക്കെയാണ്? ദേവപ്രയാഗ്, ഹരിദ്വാർ, കനൌജ്, കാൺപൂർ, പ്രയാഗ്രാജ്, കാശി, ബനാറസ്, പട്ന, സോൻപൂർ ആൻഡ് ബഗൽപൂർ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. തെഹ്രി ഡാം. തെഹ്രി ഡാം എവിടെയുള്ളത്? ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ ഭാഗീരഥി. ഭാഗീരഥി റിവറിലാണ് ആരുള്ളത്? തെഹ്രി ഡാം ഉള്ളത്. തെഹ്രി ഡാമിനെ പറ്റി നമുക്ക് എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഓർത്ത് വെക്കണം. തെഹ്രി ഡാം ഉള്ളത് എവിടെയാണ്? ഭാഗീരഥി റിവറിലാണ്. ഇൻ ബംഗ്ലാദേശ് ഗംഗ ഇസ് നോൺ ആസ് പത്മ. നമ്മുടെ ഗംഗാ നദീനെ ബംഗ്ലാദേശിൽ എന്താണ് വിളിക്കുക? പത്മ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തത് പഞ്ചപ്രയാഗ്. ഉത്തരാഖണ്ഡിൽ പഞ്ചപ്രയാഗ് ഉണ്ട്. പഞ്ചപ്രയാഗ് എന്ന് വെച്ചാൽ 5 പ്രയാഗ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ദേവപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ് ആൻഡ് നന്ദപ്രയാഗ്. അപ്പൊ എന്താണ് ഈ പ്രയാഗ് എന്നൊക്കെ പറഞ്ഞാല്? 2 നദികൾ, അതായത് ഈക്വൽ സ്ട്രെങ്ത് ഉള്ള 2 നദികൾ കൂടിച്ചേരുന്ന സംഗമ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രയാഗ് എന്ന് പറയാം, പഞ്ചപ്രയാഗ് എന്ന് പറയാം. അളകനന്ദ റിവർ വേറെ റിവേഴ്സുമായിട്ട് കൂടിച്ചേരുന്നതാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാത്തിലും ആരുണ്ട്? അളകനന്ദയുണ്ട്. അളകനന്ദയും ഭാഗീരഥയും കൂടിച്ചേരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു, ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് അല്ലെ. ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേരുന്നത് ദേവപ്രയാഗ്. ദെൻ ധൗളി ഗംഗ, അളകനന്ദ. ധൗളി ഗംഗയും അളകനന്ദയും കൂടി ചേരുന്നത് എവിടെയാണ്? വിഷ്ണുപ്രയാഗ്. ഓക്കെ, വിഷ്ണുപ്രയാഗ്, ധൗളി ഗംഗ ആൻഡ് അളകനന്ദ. ദെൻ കർണപ്രയാഗ്, പിണ്ടാർ നദിയും അളകനന്ദയും കൂടി ചേരുന്നതാണ് കർണപ്രയാഗിൽ വെച്ചിട്ട്. രുദ്രപ്രയാഗിൽ എന്താണ്? മന്ദാകിനി റിവറും അളകനന്ദയും. ഓക്കെ, മന്ദാകിനി റിവറും അളകനന്ദയും കൂടി ചേരുന്നത് രുദ്രപ്രയാഗിൽ വെച്ചിട്ട്. നന്ദപ്രയാഗിൽ ആരാണ്? നന്ദാകിനി റിവർ ആൻഡ് അളകനന്ദ. ഓക്കെ, നന്ദപ്രയാഗ്, നന്ദാകിനി ആൻഡ് അളകനന്ദ. നമ്മൾ അളകനന്ദ എന്ന് ആലോചിക്കുമ്പോൾ ഒരു പേരും കൂടി ഓർക്കണം, ബദ്രിനാഥ്. ഓക്കെ, ഒരു സിനിമയൊക്കെ ഉണ്ട് ബദ്രിനാഥ്. അതില് നായകന്റെ പേര് ബദ്രിനാഥ് ആണ്, നായികയുടെ പേര് അളകനന്ദയാണ്. ഓക്കെ, അല്ലു അർജുന്റെ സിനിമ. അപ്പം അത് ഓർത്താൽ മതി. എന്താണ്? ബദ്രിനാഥും അളകനന്ദയും. അതായത് ബദ്രിനാഥ് നമുക്കറിയാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലീജിയസ് സെന്റർ ആണ്, ആർട്ട് സെന്റർ ആണ്, കൾച്ചറൽ സെന്റർ ആണ്. ഓക്കെ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്.
അപ്പൊ ബദ്രീനാഥ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അളകനന്ദയുടെ തീരത്താണ്. അളകനന്ദയുടെ തീരത്താണ് എന്തുള്ളത്? ബദ്രീനാഥ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ഇതും നമ്മൾ ഒരു 3-4 പ്രാവശ്യം വായിച്ച് പഠിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? രാംഗംഗ. അപ്പൊ രാംഗംഗ ശ്രദ്ധിക്കണം. പെൻഗംഗയുണ്ട്, അർദ്ധഗംഗയുണ്ട്, വൃദ്ധഗംഗയുണ്ട്, അങ്ങനെ കുറെ ഗംഗ എന്ന് വരുന്ന പേരുണ്ട്. മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പം രാംഗംഗയാണ് ഗംഗയുടെ ട്രിബ്യൂട്ടറി രാംഗംഗ. പിന്നെ ഗോമതി, ഘാഗ്ര, ഘാണ്ടക്, കോസി, യമുന, സൺ ആൻഡ് മഹാനന്ദ. അപ്പൊ ഇത്രയും റിവേഴ്സ് ഓർത്ത് വെക്കുക, ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. നോക്ക്, ലക്നൗ ആൻഡ് ജോൺപൂർ ആർ ലൊക്കേറ്റഡ് ഇൻ ബാങ്ക്സ് ഓഫ് ഗോമതി റിവർ. ഗോമതി റിവറിന്റെ തീരത്താണ് ആരുള്ളത്? ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ലക്നൌവും അതേപോലെ തന്നെ ജോൺപൂർ സിറ്റി ഉള്ളത്. അപ്പൊ ലക്നൌവും ജോൺപൂറും എവിടെയുള്ളത്? ഗോമതി റിവറിന്റെ ബാങ്ക്സിലാണുള്ളത്. കോസി റിവർ ഈസ് നോൺ ആസ് സോറോ ഓഫ് ബീഹാർ. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ആരാണ്? കോസി റിവർ ആണ്. അതേസമയം നമ്മളോട് ചോദിക്കുകയാണ് ബംഗാളിന്റെ ദുഃഖം, അത് ദാമോദറാണ്, മാറിപ്പോരുത്. സോറോ ഓഫ് ബീഹാർ കോസി റിവർ, സോറോ ഓഫ് ബംഗാൾ ദാമോദർ. ഓക്കെ. എന്തുകൊണ്ടാണ് ഇവരെ സോറോ എന്ന് വിളിക്കുന്നത്? മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ നദികളിൽ ഒരുപാട് ജലം വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അവിടെ ഫ്ലഡ് ഉണ്ടാവും. അപ്പൊ ഫ്ലഡ് ഉണ്ടാക്കാൻ ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലഡ് ഉണ്ടാക്കുന്ന റിവേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവരെ സോറോ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ ഗണ്ഡക് ഈസ് നോൺ ആസ് നാരായണി ഇൻ നേപ്പാൾ. നേപ്പാളില് നാരായണി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഗാണ്ടക് റിവറിനെയാണ്. ഓക്കെ. നമ്മളോട് ചോദിക്കും അത്. നേപ്പാളില് ഏത് റിവറാണ് നാരായണി എന്നറിയപ്പെടുന്നത്? ആരാണത്? ഗാണ്ടക് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഗംഗയുടെ ഒരു ഇമ്പോർട്ടന്റ് ട്രിബ്യൂട്ടറി ആണ് യമുന. എവിടെയാണ് ഒറിജിൻ? യമുനോത്രി ഗ്ലേഷ്യർ. ഗംഗ എവിടെയാണ്? ഗംഗോത്രി ഗ്ലേഷ്യർ. യമുന എവിടെയാണ്? യമുനോത്രി ഗ്ലേഷ്യർ. നമ്മുടെ ഡൽഹി, മധുര, ആഗ്ര ഈ സിറ്റീസ് ഒക്കെ എവിടെയാണുള്ളത്? യമുനയുടെ തീരത്താണുള്ളത്. ഡൽഹി, മധുര, ആഗ്ര. മധുര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മധുരയാണ്. നമുക്ക് തമിഴ്നാട്ടിലൊരു മധുരൈ ഉണ്ട് അല്ലെ, മധുരൈ മീനാക്ഷി ഒക്കെ ഉണ്ട്. അതല്ല, ഇത് ഉത്തർപ്രദേശിലെ മധുര. ദെൻ ഡൽഹി ആൻഡ് ആഗ്ര. നെക്സ്റ്റ്, ട്രിബ്യൂട്ടറീസ് ഓഫ് യമുന റിവർ ഏതൊക്കെയാണ്? ടോൺസ്, ചമ്പൽ, കെൻ, സിന്ധ് ആൻഡ് ബേത്വ. ടോൺസ്, ചമ്പൽ, കെൻ, സിന്ധ് ആൻഡ് ബേത്വ. ഇത് ആരുടെ ട്രിബ്യൂട്ടറീസ് ആണ്? യമുനയുടെ. ഇതും നമ്മൾ ഒരു 3-4 പ്രാവശ്യം വായിച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ. ട്രിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ട്രിക്ക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഇത് നമ്മൾ ഡയറക്റ്റ് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഗാന്ധിസാഗർ ഡാം എവിടെയാണ്? ചമ്പൽ റിവറിലാണ്. ഭാഗീരഥി റിവറിലാണ് എന്ത് തെഹരി ഡാം ഉള്ളത്. ചമ്പൽ റിവറിലാണ് ഗാന്ധിസാഗർ ഡാം ഉള്ളത്. അപ്പൊ ഇതും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ. ഗംഗ ആക്ഷൻ പ്ലാൻ. എന്താണ് ഗംഗ ആക്ഷൻ പ്ലാൻ? 1986 1986 രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത് ഗംഗ ആക്ഷൻ പ്ലാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദ വാട്ടർ ക്വാളിറ്റി ഓഫ് ഗംഗ. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. മില്യൺസ് ഓഫ് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ഒരു പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു റിലീജിയസ് സെന്റർ ആണ്, കൾച്ചറൽ സെന്റർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും സിറ്റീസും ഒക്കെ ഗംഗയുടെ തീരത്തുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മലിനമായിരിക്കുകയാണ് ഗംഗാ നദി അല്ലെ. മില്യൺസ് ഓഫ് ടൺസ് ഓഫ് പൊല്യൂഷൻ ആണ് ഗംഗയിലുള്ളത്. അപ്പൊ ആ ഗംഗാ നദിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ, അതിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി, അതിന്റെ പൊല്യൂഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഗംഗ ആക്ഷൻ പ്ലാനും അതുപോലെ തന്നെ നമാമി ഗംഗ പ്രൊജക്ട് ഒക്കെ കൊണ്ടുവരുന്നത്. നമാമി ഗംഗ പ്രൊജക്ട് എന്താണ്? ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ബൈ യൂണിയൻ ഗവൺമെന്റ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് 2014 കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് നമാമി ഗംഗ പ്രൊജക്ട്. എന്താണ് അതിന്റെ എയിം? അബേറ്റ്മെന്റ് ഓഫ് പൊല്യൂഷൻ തുടച്ചു നീക്കുക. പിന്നെന്താണ്? കൺസർവേഷൻ ആൻഡ് റെജുവിനേഷൻ ഓഫ് റിവർ ഗംഗ. അതിനെ കൺസർവും ചെയ്യണം, അതായത് പ്രൊട്ടക്റ്റും ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് പുനരുദ്ധരിപ്പിക്കണം. അതെ, പൊല്യൂഷൻ ഒക്കെ മാറ്റി അതിനെ കൺസർവ് ചെയ്ത് ഒരു ഫ്രഷ് ആക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമാമി ഗംഗ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു പോയിന്റ് ആണ്, എന്താണ്? ഗംഗ ഇസ് ഡിക്ലെയർഡ് ആസ് നാഷണൽ റിവർ ഇൻ 2009. 2009 ഗംഗ നമ്മുടെ എന്തായത്? നാഷണൽ റിവർ ആയത്. ഓക്കെ. അടുത്തത് നമ്മൾ ഈ റിവേഴ്സിനെ പറ്റി പഠിച്ചു, ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ പഠിച്ചു. അതുകൊണ്ട് നമുക്കൊരു ഫെസ്റ്റിവലും കൂടി ഇവിടെ പഠിക്കാനുണ്ട്. കുംഭമേളയാണ്. കുംഭമേള, മഹാകുംഭമേള, പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള ആൻഡ് കുംഭമേള. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുംഭമേള ഉണ്ട്. മഹാകുംഭമേള എന്താണ്?
44 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള. ഓക്കെ, മഹാകുംഭമേള എന്ന് പറഞ്ഞാല് 144 വർഷത്തിൽ ഒരിക്കലാണ്. അവിടെ വെച്ചിട്ടാണ് പ്രയാഗ്രാജിലാണ്. എല്ലാ കുംഭമേളയും പ്രയാഗ്രാജിൽ നടക്കുന്നുണ്ട്. പിന്നെ പൂർണ്ണ കുംഭമേള എന്താണ്? 12 വർഷത്തിൽ ഒരിക്കലാണ് എന്ത് നടക്കുക? പൂർണ്ണ കുംഭമേള നടക്കുക. അതും പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ദെൻ അർദ്ധ കുംഭമേളയോ 6 വർഷത്തിലൊരിക്കലാണ് അർദ്ധ കുംഭമേള നടക്കുക. അത് ഹരിദ്വാറിലും നടക്കും, പ്രയാഗ്രാജിലും നടക്കും. ഓക്കെ, ഒന്നുകിൽ ഹരിദ്വാർ അല്ലെങ്കിൽ പ്രയാഗ്രാജ്, ഈ രണ്ട് സ്ഥലത്താണ് അർദ്ധ കുംഭമേള നടക്കുക. പിന്നെ കുംഭമേള നടക്കും, 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഫെസ്റ്റിവലാണ് കുംഭമേള. അതെവിടെയൊക്കെ നടക്കും നോക്കാം. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാഷിക് ആൻഡ് ഉജ്ജയിൻ, ഈ 4 സ്ഥലത്താണ് നടക്കുക. അപ്പൊ ഇവിടെയുള്ള റിവറും ഇമ്പോർട്ടന്റ് ആണ്. പ്രയാഗ്രാജ്, ത്രിവേണി, അതായത് ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലമാണ് പ്രയാഗ്രാജ്. എന്താണ് ത്രിവേണി സംഗമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗ, അതുപോലെ യമുന, പിന്നെ സരസ്വതി. ഗംഗ, യമുന, സരസ്വതി, ഈ 3 റിവേഴ്സും കൂടിച്ചേരുന്ന ത്രിവേണി സംഗമം. അപ്പം പ്രയാഗ്രാജിലാണ് ഈ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ ഈ 3 റിവറും കൂടിച്ചേരുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആക്ച്വലി സരസ്വതി റിവർ ഏൻഷ്യൻ ടെക്സ്റ്റിലൊക്കെ വളരെ സെക്രഡ് ആയിട്ടുള്ള ഒരു റിവർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ സരസ്വതി റിവറിനെ നമുക്ക് കാണാൻ പറ്റില്ല. അത് ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്നെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ത്രിവേണി സംഗമം ആൻഡ് പ്രയാഗ്രാജ്. ദെൻ ഹരിദ്വാർ. ഇപ്പൊ നമ്മൾ കണ്ടു ഹരിദ്വാർ എവിടെയുള്ളത്? ഗംഗാ നദിയുടെ തീരത്താണ് ഹരിദ്വാർ ഉള്ളത്. പിന്നെ നാഷിക്, ഗോദാവരി നദീതീരത്ത് മഹാരാഷ്ട്രയിലാണ് എന്ത്? നാഷിക്. ദെൻ ഉജ്ജയിൻ, ക്ഷിപ്ര റിവറിന്റെ തീരത്ത് ആരാണുള്ളത്? ഉജ്ജയിൻ. ഓക്കെ, ദെൻ ഇവിടെ ഏത് വെന്യൂലാണ് നമ്മുടെ കുംഭമേള നടത്തുക തീരുമാനിക്കുന്നത് എന്താണ്? Venue is decided by astrological calculations analyzing the position of Jupiter. ജുപ്പിറ്ററിന്റെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് അസ്ട്രോളജി വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? ഏത് വെന്യൂലാണ് കുംഭമേള നടത്തേണ്ടതെന്ന് തീരുമാനിക്കുക. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് കുംഭമേള ഓഫ് ദ ഈസ്റ്റ് ഏതാണ്? അംബുബാച്ചി മേള. അസാമിലെ അംബുബാച്ചി മേളേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുംഭമേള ഓഫ് ദ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്. അംബുബാച്ചി മേള ഓഫ് അസാമാണ്, അസാം. ഓക്കെ, അസാമിലെ അംബുബാച്ചി മേള ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് കുംഭമേള. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗംഗ ആൻഡ് ട്രിബ്യൂട്ടറീസിനെ പറ്റിയും അതുപോലെ തന്നെ കുംഭമേളനെ പറ്റിയും പറയാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ആണ് നോക്കാനുള്ളത്. ഓക്കെ, ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. സോ താങ്ക് യു.